ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ മറ്റൊരു വെബിനാറിലേക്ക് കടക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ. അതിന്റെ ഭാഗമായി ഇന്ന് സൈക്കോളജി ഓഫ് ലവ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ലവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. ലവ് എന്ന ഒരു ഇമോഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം എത്ര ഒരു സങ്കടകരമാകുമായിരുന്നു അല്ലെ? ലവ് ഇല്ല, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു വെത്തും പിടുത്തവും കിട്ടാത്ത ഒരു രൂപമായിരിക്കും. സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്നേഹം ലഭിക്കാൻ, സ്നേഹം കിട്ടാൻ നാം ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് സ്നേഹം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ അറിഞ്ഞും ഒപ്പം തന്നെ സ്വയം അറിഞ്ഞും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോ ലവിനെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ഒരു സെഷൻ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായി തീരും എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിൽ നമ്മളോട് സംവദിച്ച കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വർഷ മാമാണ് ഈ ഒരു വിഷയത്തെ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. മാമിനെ വളരെ സ്നേഹാദരവുകളോടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ദ സൈക്കോളജി ഓഫ് ലവ് എന്ന ഈ ഒരു മനോഹരമായ സെഷൻ ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. നാളെയും മറ്റന്നാളും വർഷ മാമിന്റെ കീഴിലായി നമ്മൾ വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന സ്ക്രീനിങ് ആൻഡ് അസസ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയെ സ്ക്രീൻ ചെയ്യാനും അതേപോലെ തന്നെ അസസ് ചെയ്യാനും എങ്ങനെ നമുക്ക് പഠിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 2 days വർക്ക്ഷോപ്പ് നാളെയും മറ്റന്നാളും നടക്കുന്നുണ്ട്. 7 to 8 PM ആയിരിക്കും 2 days വർക്ക്ഷോപ്പ്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ്, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർഷ മാമിനെ ഞാൻ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. Thank you, Faisal sir. Okay, shall we start? Yes, ma'am. Okay. അപ്പോ നമുക്കിങ്ങനെ ലവ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരിക? നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞേ, ലവ് എന്ന് കേൾക്കുമ്പോ എന്താ ഫസ്റ്റ് മനസ്സിലേക്ക് വരണേ? ആരുടെ മനസ്സിലൊന്നും വരില്ല? പരിഗണന, സ്നേഹം, അതൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് വരിക. അതെ അതെ. കൂടുതൽ ആളെ പരിഗണിക്കാൻ പറ്റുമ്പോഴാണ് അയാൾക്ക് സ്നേഹം നമുക്ക് നൽകാനുള്ളത്. അയാളുടെ അവസ്ഥയിൽ നിന്നിട്ട് ഒരു എമ്പതറ്റിക് ആയിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കുകയും ആ അർത്ഥത്തിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹത്തെ പരിഗണിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ആരെങ്കിലും? ചില ആളുകൾക്ക് നമ്മൾ പലരും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ നമ്മൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത് അവരെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുത്ത് നമുക്ക് അതിന്റെ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് അവർക്കുള്ള സ്നേഹം കൊടുക്കുന്നതിനാണ് ലവ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ലവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പല അർത്ഥങ്ങളും വന്നു പോകും അല്ലെ. ചിലർക്ക് ഇഷ്ടം എന്നുള്ളൊരു മീനിങ് ആയിരിക്കും വരിക, ചിലർക്ക് പ്രണയം എന്നുള്ളതായിരിക്കും അല്ലെ, ചിലർക്ക് വാത്സല്യം എന്നായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ലവ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും പല കാര്യങ്ങളായിരിക്കും ഓർമ്മ വരിക. ചിലപ്പോൾ നമ്മളൊരു ബിഹേവിയർ ചെയ്യാനായിട്ട് നയിക്കുന്ന ഒരു ഫാക്ടറും എന്താണ്, ലവ് തന്നെ ആയിരിക്കും അല്ലെ. ഇപ്പോ ഒരു പേഴ്സൺ എന്നല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനോടോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിനോട് പോലും നമുക്ക് എന്ത് തോന്നാം, നമുക്കൊരു സ്നേഹം ഫീൽ ചെയ്യാം അല്ലെ. അതിനെ നമ്മൾ ലവ് എന്ന് തന്നെയല്ലേ വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് കുറച്ചൊരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിന് ലവിനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ സ്റ്റഡീസ് ഒക്കെ ലവിനെ പറ്റി പറയുന്നത്, ആ തിയറീസ് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എങ്ങനെ അത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേൺബർഗിന്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ സൈക്കോളജി ഒക്കെ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്, സ്റ്റേൺബർഗിന്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്. ഓക്കെ, അപ്പൊ ഇതില് സ്റ്റേൺബർഗ് പറയുന്നത് നമ്മൾ ഈ ലവിലായിരിക്കുന്ന സമയത്ത് 3 എലമെന്റ്സ് ആണ് ഈ ലവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. 3 എലമെന്റ്സ് ആണ് ഈ ലവ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 എലമെന്റ്സിനെ നമുക്ക് പല രീതിയിൽ കമ്പൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു നമ്മളുടെ വിഷ്വലൈസേഷൻ പവർ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ ആലോചിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഓരോന്ന് പറയുമ്പോൾ അപ്പൊ ഇതില് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞൊരു എലമെന്റ് ആണ് പാഷൻ. അപ്പൊ നമുക്ക് സാധാരണ പാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ജോലി റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പാഷൻ പറയാം. എനിക്ക് സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ളത് എന്റെ പാഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ടീച്ചിങ് എന്റെ പാഷൻ ആയിരുന്നു, ഡാൻസിങ് എന്റെ പാഷൻ ആയിരുന്നു, അങ്ങനെയല്ലേ പറയാം. അപ്പൊ ഈ ഒരു തിയറിയില് ഇവിടെ പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനെയാണ്. ഓക്കെ, അപ്പൊ ലവിന്റെ ഒരു എലമെന്റ് ആയിട്ട് സ്റ്റേൺബർഗ് പറയുന്നതാണ് എന്ത്, ഫിസിക്കൽ പാഷൻ എന്ന് വെച്ചാൽ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയില്ല, എനിക്ക് പെട്ടെന്ന് ആളെ കണ്ടപ്പോഴേക്കും എനിക്കൊരു ക്രഷ് ഫീൽ ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? കേട്ടിട്ടില്ലേ അങ്ങനെ പറയണത്? റീൽസിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല, എനിക്ക് ക്രഷ് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. കേട്ടിട്ടുണ്ട്, കുട്ടികളിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതെ, അപ്പോ ഈ ക്രഷ് എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ഈ ക്രഷിനെ കുറച്ചും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫാറ്റുവേഷൻ എന്നൊക്കെ പറയാം അല്ലെ. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക, കൊള്ളാലോ നിങ്ങൾക്കുള്ള ഒരു തോന്നൽ വരില്ലേ. അപ്പൊ അതിനെയാണ് ഇവിടെ ഈ ഒരു തിയറിയിൽ പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വഴി, ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഓക്കെ ദ വേ ഓഫ് ടോക്കിംഗ്, നമ്മൾ ദൂരെ നിന്നാണ് കണ്ടത്, നമുക്ക് അവരെ പേഴ്സണലി അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നമുക്കൊരു ഒരു ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഫാക്ച്വേഷൻ ഫീൽ ചെയ്യാണ്. ഓക്കെ, മെയിൻലി ഒരു ഫിസിക്കൽ ഇൻട്രസ്റ്റ്. അത് ചിലപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരിത് പറയുമെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ ഈ ഒരു ഇൻഫാക്ച്വേഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ആണ് നമുക്ക് ആ ഒരാളോട് തോന്നുക. അപ്പൊ അതിനെയാണ് ഇവിടെ പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, എനിക്ക് ഇയാളാണ് കറക്റ്റ് എന്ന് തോന്നുന്നു, ഞങ്ങൾ കുറച്ച് നാൾ ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജസ്റ്റ് ആ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് പാഷൻ. ഇനി അദ്ദേഹം രണ്ടാമത് പറഞ്ഞൊരു എലമെന്റ് ആണ് ഇന്റിമസി. ഓക്കെ, ഇന്റിമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യാം. ക്ലോസ്നെസ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് പരസ്പരം എല്ലാം ഷെയർ ചെയ്യാൻ, നമ്മളുടെ പേടി ആയിക്കോട്ടെ, നമ്മുടെ ഇഷ്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യം ആയിക്കോട്ടെ, നമുക്ക് വരുന്ന ടെൻഷൻസ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഒരാള് നമ്മൾ ആ ഒരു ഫീലിനെയാണ് നമ്മൾ ഇന്റിമസി എന്ന് പറയാ. അതിപ്പോ ഒരു പാർട്ട്ണർ ആവണം എന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനോട് ഫീൽ ചെയ്യാം. നമ്മൾ പലരും ഇന്റിമസി, പാഷന്റെ ഒക്കെ ഒരു മീനിങ് വേറെ ഇതിലായിട്ടാണ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തിയറിയിൽ വരുമ്പോഴേക്കും ആ വേർഡ്സിനൊരു വേറൊരു മീനിങ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്തും തുറന്ന് പറയാൻ കഴിയുന്ന, നമുക്ക് അത്രയും വിശ്വസ്തതയുള്ള, എന്ന് വെച്ചാൽ വേറെ ആരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഇവരെന്നെ എന്താ പറയാ, ഒറ്റുകൊടുക്കില്ല, നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫീലിനെയാണ് ഇവിടെ ഇന്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റുന്നതൊക്കെ ഇവരോട് പറയാം. സീക്രട്ട് കീപ്പേഴ്സ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് തുറന്ന് പറയാന്ന് കരുതി സെലക്ട് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ്, ആ സെലക്ട് ചെയ്യുന്ന മുന്നേ നമുക്ക് വരുന്ന ഫീലിങ്ങിനെയാണ് ഇവിടെ ഇന്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റ് എന്തായിരുന്നു? നമുക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇന്റിമസി. ഇന്റിമസിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കൊരു ക്ലോസ്നെസ് ഫീൽ ചെയ്യുക എന്ന് വെച്ചാൽ അവരോട് സംസാരിക്കുമ്പോ ഒരു റിലീഫാണ്. നമുക്കും ഉണ്ടാവില്ലേ അങ്ങനെ ആരെങ്കിലും ഒക്കെ നമുക്ക് കുറെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ ഷെയർ ചെയ്യുമ്പോ ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? ഇല്ലേ? യെസ് മാം. യെസ്. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ആ ഒരു ഫീലിങ്ങിനെയാണ് ഇവിടെ സ്റ്റേൺബർഗ് എന്ത് പറഞ്ഞത്? ഇന്റിമസി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് തേർഡ് എലമെന്റ് ആയിട്ട് അവർ പറഞ്ഞതാണ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, കമ്മിറ്റ്മെന്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്താനായിട്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക. സാധാരണ നമ്മളിങ്ങനെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വിചാരിക്കാം അതിൽ സ്നേഹം ഉണ്ടാവോ? സ്നേഹം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കമ്മിറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടുപേര് സംസാരിച്ചു, ഓക്കെ അന്ന് ഒരുമിച്ച് നിൽക്കാന്ന് കരുതി ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ ഞാൻ ആളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് തീരും. പക്ഷെ അതവിടെ സ്നേഹം ഉണ്ടാവണം എന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഓക്കെ, അപ്പൊ അതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 എലമെന്റ് ആണ് ബാക്കി എലമെന്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതെന്നാണ് സ്റ്റേൺബർഗ് പറയുന്നത്. നമ്മൾ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുന്നതുകൊണ്ടാണ് തിയറി ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് നമുക്ക് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്തു, പിന്നെ നമുക്ക് ക്ലോസ്നെസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഒരു ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വരാം. ഓക്കെ, അപ്പൊ അതാണ് കമ്മിറ്റ്മെന്റ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കോമ്പിനേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏതാണ് ഇതിലുള്ളത് എന്നും കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ 3 എലമെന്റ്സ് പല രീതിയിലാണ് നമ്മൾ കമ്പൈൻ ചെയ്യുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് പാഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഈ 3 എലമെന്റ്സും കൂടിയതാണ് ലവ് എന്നാണ് സ്റ്റേൺബർഗ് പറഞ്ഞത്. അതിന്റെ കോമ്പിനേഷൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തേതിൽ ഇൻഫാക്ച്വേഷൻ മാത്രം, ഓക്കെ, അല്ലെങ്കിൽ പാഷൻ മാത്രമാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവർക്കൊരു ലോങ് കോൺവെർസേഷൻ ഉണ്ടാവേ, അല്ലെങ്കിൽ ഇപ്പൊ ബസ്സിന് ഒരു ചേട്ടൻ പോവാണ്, അപ്പൊ ചേട്ടൻ കൊള്ളാന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അവരെ പറ്റി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അവരായിട്ടൊരു ഫ്യൂച്ചർ വേണം എന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കണ്ടപ്പോ കുറച്ച് ഭംഗി തോന്നി, കൊള്ളാം. ഓക്കെ, അപ്പൊ ഇത് മാത്രമുള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവര് പിന്നീടുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല, ജസ്റ്റ് അവർ കാണുക, ആസ്വദിക്കുക. പിന്നെ അവർക്ക് വേണ്ടത് ഒരു സെക്ഷൽ എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്ലഷർ കിട്ടാനായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഇന്റിമസി മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇന്റിമസി അല്ല, പാഷൻ. ഇനിയുള്ളതാണ് ഇന്റിമസി. ഇന്റിമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നണമെന്നില്ല. മെയിൻലി ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ അവരോട് തോന്നില്ല. പക്ഷെ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം, അവരോട് എന്തും പറയാം, അല്ലെ, കൂടെ നിൽക്കും എന്നൊരു ഉറപ്പുണ്ടാവും. ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ അമ്മമാരായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടിയായിരിക്കാം, ആരും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ അവരോട് ലോങ് കോൺവെർസേഷനിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എന്നെ പറ്റി നന്നായിട്ട് അവർക്കറിയാൻ പറ്റും, അവരെ പറ്റി നന്നായിട്ട് എനിക്കും അറിയാൻ പറ്റും. ഞങ്ങൾ തമ്മിൽ എന്തായിരിക്കും? ഒരു സീക്രട്ടും ഇല്ലാതെ നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? ഫിസിക്കൽ അട്രാക്ഷനോ കമ്മിറ്റ്മെന്റോ ഉണ്ടാവില്ല. അത് മാത്രമായിരിക്കും ഈ ഒരു ഇതിൽ ഉണ്ടാവുക. തേർഡ് വൺ ആണ് കമ്മിറ്റ്മെന്റ് മാത്രമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇഷ്ടം ഉണ്ടാവണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, അല്ലെ? ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് വരെ. ഇപ്പൊ വർക്ക് പ്ലേസിലൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മളുടെ ഡ്യൂട്ടി നിറവേറ്റണം, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻസ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു വർക്കിന് പോകുന്നത്. അവിടെ നമുക്കൊരു ആ വർക്കിനോടോ അവിടുത്തെ ആളുകളോടോ ഒരു സ്നേഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇനി ഫോർത്ത് വണ്ണാണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയും. അപ്പൊ ആദ്യത്തെ ജസ്റ്റ് ആ 3 എലമെന്റ്സ് തന്നെയായിരുന്നു. അത് ഓരോന്ന് മാത്രമാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഫോർത്ത് വൺ തുടങ്ങിയുള്ളത് നോക്കുക, റൊമാൻറ്റിക് ലവ്. റൊമാൻറ്റിക് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഇന്റിമസിയും ഉണ്ടാവും, പാഷൻ ഉണ്ടാവും. ഇപ്പൊ ഇന്റിമസി എന്താന്ന് പറഞ്ഞത്, നമുക്കിപ്പോ ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം, ഒപ്പം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും. ഈ റൊമാൻറ്റിക് ലവിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോവില്ല. അല്ലെങ്കിൽ ലോങ് ടേം ഇപ്പോ രണ്ടുപേര് തമ്മിൽ സ്നേഹിച്ചു, അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായി, അന്ന് എന്റെ കാര്യം മൊത്തം എന്റെ പാർട്ട്ണറിന് അറിയാം, അതുപോലെ നേരെ തിരിച്ചറിയാം. പക്ഷെ ഞങ്ങൾക്കൊരു മാരേജ് ലൈഫിനോ ഒരു ലിവിങ് ടുഗെദറിനോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതിനൊരു താല്പര്യം ഇല്ല, ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ
അതിനെയാണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയാ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഭൂരിഭാഗം ജനറേഷനിലെ കുട്ടികളും അവര് തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഇത് റൊമാൻറ്റിക് ലവ്. എല്ലാവരും അല്ല, എന്നാൽ പോലും കുറെ പേരെങ്കിലും എടുക്കുന്ന ഒരു കാര്യമാണ് ഇത്. അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ഫീൽ ചെയ്യുക. ഇല്ലേ, ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുക, മെയിൻലി അഡോളസൻസിലാണെങ്കിൽ. പിന്നെ അതുപോലെ അവരിപ്പോ പാരന്റ്സ് പറഞ്ഞാൽ പോലും അവർക്ക് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം അവര് പറയും, എന്റെ കാര്യമൊക്കെ എന്റെ ബോയ് ഫ്രണ്ടിന് അറിയാം, അല്ലെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ടിന് അറിയാം, എന്റെ പാരന്റ്സ് അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്തും. ഓക്കെ, അപ്പൊ അതാണ് റൊമാൻറ്റിക് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്പാഷനേറ്റ് ലവ്. ഓക്കെ, കമ്പാഷനേറ്റ് ലവിൽ എങ്ങനെയായിരിക്കും? ഇവിടെ ഇന്റിമസിയും ഉണ്ടാവും, കമ്മിറ്റ്മെന്റും ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് എന്ത് സംസാരിക്കാം, ഷെയർ ചെയ്യാം, നമുക്ക് എന്തുണ്ടെങ്കിലും പറയാം, നമ്മളെ ഡ്രീംസ് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്താവണം എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ എന്താ, ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവില്ല. ഇവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, മേ ബി ലിവിങ് ടുഗദർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഒരു ഫ്യൂച്ചറിലേക്ക് ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കുറെ അധികം കാര്യങ്ങൾ, ഇപ്പൊ ലിവിങ് ടുഗദർ പോലെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, അങ്ങനെ കുറെ ഇല്ലേ. അപ്പൊ അതുപോലെയൊക്കെ ചിലപ്പോ അങ്ങനെ മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇന്റിമസി ഉണ്ട്. അപ്പൊ ചിലവർക്ക് എന്തുണ്ടാവും, ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ കമ്പാഷനേറ്റ് ലവില് അങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ല, ഇന്റിമസിയും കമ്മിറ്റ്മെന്റും ആണ് ഉള്ളത്. ഇത് ഏറ്റവും കൂടുതൽ അപ്പൊ എവിടെയായിരിക്കും കാണാം? നമ്മളിപ്പോ സിബ്ലിങ്സ് തമ്മിലാണെങ്കിൽ അല്ലെ, ചേട്ടനിയന്മാര് തമ്മില്, ഫ്രണ്ട്സ് തമ്മില്, ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ കമ്പാഷനേറ്റ് ലവ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന. വെച്ചാൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ഇന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതങ്ങ് പിരിഞ്ഞു പോണതല്ല, കുറച്ചധികം നാൾ അതിങ്ങനെ നിൽക്കും. ആ ഒരു ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ഡീപ്പായിട്ടുള്ള ബോണ്ടിങ് ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഒരു കമ്പാഷനേറ്റ് ലവ് വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് ഒക്കെ കഴിഞ്ഞ് കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ ഈ ഒരു സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പാർട്ട്ണറിനോട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കപ്പിൾ ആണെങ്കിൽ അവരുടെ ഇടയിൽ എന്തായിരിക്കും, കമ്പാഷനേറ്റ് ലവ്. കാരണം അവിടെ എന്തില്ല, ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ല, അവരെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്, മരണം വരെ അവർ ഒരുമിച്ചാണെന്നുള്ള ഒരു ഉറപ്പുണ്ട്, ട്രസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഫിസിക്കൽ അട്രാക്ഷന്റെ അഭാവം അവിടെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കൂടുതലും ഒരു എൽഡർലി കപ്പിൾസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കമ്പാഷനേറ്റ് ലവ് ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് ഫേച്വസ് ലവ്. ഫേച്വസ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് പാഷനും കമ്മിറ്റ്മെന്റും ആണ്. ഓക്കെ, ഇപ്പോ രണ്ടുപേര് തമ്മിൽ കണ്ടപ്പോഴേക്കും കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ചെറുക്കനും കൊള്ളാം, പെണ്ണും കൊള്ളാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഇന്ന് പെണ്ണ് കണ്ടെന്ന് വിചാരിക്കും, ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും മാരേജ്. ഇവര് തമ്മിൽ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല, അവര് അപ്പിയറൻസ് വൈസ് ആണ് ഇവരെന്ത് ചെയ്തത്, ഇവര് സെലക്ട് ചെയ്തത്. എന്നാ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. ഓക്കെ, അങ്ങനെ അവര് തീരുമാനിച്ചു, അവര് കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴും അവർ തമ്മിൽ ആ ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. ഇവര് എന്തിലേക്ക്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്കാണ് അവർ മാരേജ് എന്നുള്ള ഇതിൽ കൂടെ സ്റ്റെപ്പ് ചെയ്തത്. പക്ഷെ അവിടെ എന്തില്ല, അവർക്ക് തമ്മിൽ അറിയില്ല. അവർ ജസ്റ്റ് കണ്ടു, കല്യാണം കഴിച്ചു. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളും അറിയില്ല. ചെറുക്കനോട് നമ്മൾ ചോദിക്കുകയാണ് പെണ്ണിന്റെ ഡ്രീം എന്താണ്, അവർക്ക് എന്താ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ ചെറുക്കൻ അതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. നേരെ ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ പെണ്ണിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ സെയിം ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നുവെച്ചാൽ വലിയ അറിവൊന്നും ഇല്ലാതെ ഒരു അട്രാക്ഷൻ തോന്നി, എന്നാൽ നമുക്ക് ഇതങ്ങ് കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ തെരഞ്ഞെടുക്കുന്നതാണ് ഈ ഫേച്വസ് ലവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ റൊമാൻറ്റിക് ലവ് പറഞ്ഞു. റൊമാൻറ്റിക് ലവ് കൂടുതലും ടീനേജേഴ്സ്, അഡോളസൻസ് ആ ഒരു ഏജിലാണ്. ഇപ്പൊ മിക്ക ഏജിലും കാണുന്നുണ്ട്, എന്നാലും അഡോളസൻസിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ഉള്ളത് കമ്പാഷനേറ്റ് ലവ് പറഞ്ഞു, പിന്നെ ഫേച്വസ് ലവ്. ഇനി നെക്സ്റ്റ് ആണ് കൺസ്യൂമേറ്റ് ലവ്. ഇതാണ് ഏറ്റവും പ്യൂറസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ലവിന്റെ ആ ഒരു ഫീൽ കിട്ടുന്നത് ഈ ഒരു കൺസ്യൂമേറ്റ് ലവിലാണ്. അപ്പൊ കൺസ്യൂമേറ്റ് ലവ് എന്തായിരിക്കും? ആ ഐഡിയൽ ഫോം ഓഫ് ലവ് എന്ന് പറയുമ്പോൾ ഈ 3 എലമെന്റ്സും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവണം, പിന്നെന്തുണ്ടാവണം, പിന്നെന്തുണ്ടാവണ്ടേ, ഇന്റിമസി വേണം, പിന്നെ അതുപോലെ കമ്മിറ്റ്മെന്റ് വേണം.
അതെ. അപ്പൊ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. കാരണം മൂന്നും ബാലൻസ്ഡ് ആയി പോയാലല്ലേ നമുക്കൊരു നല്ല ലൈഫ് ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം കൂടി നിന്നാൽ നമുക്കത് വലിയ പ്രോബ്ലം ആയിരിക്കും. നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് അല്ലെ. അപ്പൊ ഈ മൂന്നും ബാലൻസ്ഡ് ആയിട്ട് വരുന്നതാണ് കൺസ്യൂമേറ്റ് ലവ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളും ഇപ്പൊ മാരീഡ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിക്കുന്നവരാണ്, നമ്മൾ കൂടുതലും ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്താണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതിൽ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റേൺബെർഗ് പറഞ്ഞ ഈ 3 എലമെന്റ്സ് ഓഫ് ലവും പിന്നെ അതിന്റെ കോമ്പിനേഷനും. അപ്പൊ ഇതിൽ സാധാരണയായിട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഏത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് ഉണ്ടാവുന്നത് പാഷൻ ആയിരിക്കുള്ളൂ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഒരാളെ പറ്റി ഇങ്ങനെ അറിയുന്ന മുന്നേ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ചില കേസസിൽ അങ്ങനെയല്ല, ഇന്റിമസി ആയിരിക്കും ആദ്യം ഉണ്ടാവുക. പൊതുവെ ഈ ഒരു തിയറി അനുസരിച്ച് നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് പാഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ കാണുമ്പോഴേക്കും കൊള്ളാം, ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും ഫീൽ ചെയ്യുക. അവിടെ തുടങ്ങി പിന്നെ നെക്സ്റ്റ് നമ്മൾ കൂടുതൽ അവരെ അറിയാനായിട്ട് ശ്രമിക്കും. ഇല്ലേ, നമ്മൾ അവരോട് പിന്നെ സ്നേഹിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരിക്കും അവരെ പറ്റി മൊത്തം ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കും അല്ലെ. അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാ, ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ, എവിടെ പോകാനാണ് ഇഷ്ടം, ഡ്രീം പ്ലേസ് ഏതാന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതായിരിക്കും നമ്മളുടെ സെക്കൻഡ് ഫേസിൽ വരാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് കമ്മിറ്റ്മെന്റ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കഴിയുമ്പോൾ അവിടെ വെച്ച് തീർന്നു അല്ലേ. സത്യല്ലേ? കുറച്ചുപേര് കമ്മിറ്റ്മെന്റ് ആയിട്ട് പോകും, ചിലവർ അവിടെ വെച്ച് അങ്ങ് നിർത്തും. അപ്പോ സ്റ്റേൺബെർഗിന് അത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്റ്റേൺബെർഗ് നെക്സ്റ്റ് ഇതായിട്ട് കമ്മിറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഒബ്വിയസ്ലി പാഷനും ഇന്റിമസിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിലേക്ക് പോകുന്ന പറഞ്ഞത്, കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നാണ് പറഞ്ഞത്. അപ്പൊ ചിലതിൽ ഇന്റിമസിയും പാഷൻ ആയിരിക്കും, ചിലതിൽ എന്തായിരിക്കും പാഷനും കമ്മിറ്റ്മെന്റും ആയിരിക്കും. അങ്ങനെ ഓരോന്നിലും ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി ഇതെങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ കുറെ തിയറീസ് ഒക്കെ കേൾക്കും. അപ്പൊ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും തിയറി ഒക്കെ പഠിച്ചിട്ട് എന്തിനാന്ന്. ഈവൻ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ കുറെ കാര്യം പഠിച്ചിട്ടുണ്ടാവില്ലേ. ആ സമയത്തൊന്നും ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഒന്ന് ആലോചിക്കുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനെങ്കിലും ഉപകാരപ്പെടും. അതേപോലെ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പ് അസസ് ചെയ്യാം. എന്നിട്ട് ഇത് കേൾക്കുന്നവര് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. മാരീഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ പാർട്ട്ണർ ഉള്ളവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പൊ ഫസ്റ്റ് ആ റിലേഷൻഷിപ്പ് ഒന്ന് അസസ് ചെയ്യാം. എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് കോമ്പോണന്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ചില കേസുകളാണെങ്കിൽ എങ്ങനെ ആയിരിക്കും, ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ ആ ഒരു ഇതിന് മാത്രമായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാം. നേരെ മറിച്ച് സംസാരിക്കാൻ അവർക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയല്ലേ. അപ്പോ ഏതാണ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ചില സമയത്ത് നമുക്കിത് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കുക. മാക്സിമം ഒന്നല്ല, എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തന്നെ ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ വൈഫായിട്ടൊക്കെ തല്ലുപിടിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നില്ലേ, ഇയാൾക്ക് ഇപ്പോ എന്റെ കൂടെ സംസാരിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ നേരമില്ല. ഈ കമ്മിറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ പ്ലാനിങ്ങും കൂടി വരും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ അവർക്കൊരു സ്വന്തമായിട്ട് വീട് വെക്കണം. അപ്പൊ വീട് വെക്കണം എന്നുള്ളതും ഇവരുടെ കമ്മിറ്റ്മെന്റിൽ പെട്ട കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, കമ്മിറ്റ്മെന്റിൽ ലോങ് ടേം ആയിട്ടുള്ള എല്ലാ ഗോൾസും വരും. ഇപ്പൊ ഇനി ഫിനാൻഷ്യലിന്റെ അവർക്ക് ഗോൾഡ് വാങ്ങണം, അല്ലെങ്കിൽ ബേബി പ്ലാനിങ് ചെയ്യണം, ഇതൊക്കെ വരുന്നത് കമ്മിറ്റ്മെന്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്, നമ്മൾ റിലേഷൻഷിപ്പ് അസസ് ചെയ്യുക. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ഇന്റിമസി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്: ഡു ഐ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു മൈ പാർട്ട്ണർ? എനിക്ക് ആ ഇമോഷണൽ കണക്ഷൻ എന്റെ പാർട്ട്ണറിനോട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ചിലപ്പം കാണുമ്പോഴേക്കും നമ്മൾ ചിരിച്ചൊക്കെ കാണിക്കും, ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കും, ഭർത്താവാണെങ്കിൽ എല്ലാം ചെയ്തൊക്കെ കൊടുക്കും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാം, ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇപ്പോ നമ്മുടെ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ വൈഫായിട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എനിക്ക് എന്റെ തോട്ട്സ്, എന്റെ ഡ്രീംസ്, അതുപോലെ ചില പേടികളൊക്കെ ഉണ്ടാവില്ലേ. ചില പേടി ഹസ്ബൻഡൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ കളിയാക്കും. ചിലരെങ്ങനെയാ അത് അക്സെപ്റ്റ് ചെയ്ത് കളിയാക്കുമെങ്കിലും നമ്മൾ പതുക്കെ കൂടെ നിന്ന് അത് മാറ്റാനായിട്ട് ട്രൈ ചെയ്യും.
ചിലവർക്ക് ദേഷ്യം വരും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ആലോചിക്കേണ്ടത് എനിക്ക് ഓപ്പൺ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരെത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന സമയത്ത് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതൊക്കെ ഇന്റിമസിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. കാരണം എന്താ, ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്ലോസ്നെസ് ആണ് അല്ലെ, നമ്മൾ എത്രത്തോളം ക്ലോസ് ആണ്, എത്രത്തോളം ട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ഇമോഷണലി കണക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ചോദിക്കാം. അപ്പൊ ഇല്ല എന്നാണ് ഉത്തരം എങ്കിൽ നമുക്ക് മനസ്സിലായി അപ്പൊ ഈ കോമ്പോണന്റ് ആണ് നമുക്ക് ഇല്ലാത്തെന്നുള്ളത്. അത് നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കരുത്, കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മൾ എന്താ സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് പാഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് ചോദിക്കാനായിട്ടുണ്ടാവും. പാഷന്റെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? എനിക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇപ്പൊ എന്റെ പാർട്ട്ണറിനോട് തോന്നാറുണ്ടോ? നമുക്ക് ഇപ്പൊ ഒരു സ്നേഹിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാരേജിന്റെ ഫസ്റ്റ് ടൈം ഒക്കെ നമുക്ക് ഭയങ്കര നമ്മളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇല്ല ഇത്ര ഗ്ലാമർ ഉള്ളത് അല്ലെങ്കിൽ ഇത്ര കഴിവുള്ളത് എന്നൊക്കെ ആയിരിക്കും. പിന്നീട് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നമ്മളൊരു കമ്പാരിസൺ അങ്ങ് തുടങ്ങും. അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഇതിനേലും ഭംഗിയുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോ ആ ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കാം. ഫീൽ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അതിനുള്ള റെമഡി അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഫിസിക്കൽ അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ എനിക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടപ്പോ ഉണ്ടായ ഒരു ഫീലില് ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കാം. ഒബ്വിയസ്ലി മാറ്റം കുറച്ചൊക്കെ വരും, പക്ഷെ ഒട്ടും ആ ഒരു അട്രാക്ഷൻ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫ് വർക്ക് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് നമ്മളോട് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്റിമസിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളത്. അതുപോലെ പാഷൻ. നെക്സ്റ്റ് ഉള്ളതാണ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഇന്റിമസിയും ഉണ്ടാവും, പാഷൻ ഉണ്ടാവും. കമ്മിറ്റ്മെന്റ് ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടോ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ. ചിലർക്ക് എങ്ങനെ ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ എന്നെ ഇട്ടിട്ട് പോവോ, ഡിവോഴ്സ് ആവോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടി വന്ന എന്റെ പാർട്ട്ണറിന്റെ കൂടെ നിന്ന് ഞങ്ങൾ ജീവിതം മുമ്പോട്ട് പോകുമോ, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയമേ ചോദിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അസസ് ചെയ്യാണ് ഏത് കോമ്പോണന്റ് ആണ് കുറവ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏത് കൈൻഡ് ഓഫ് ഇതാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വീക്ക് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ അസസ് ചെയ്യാം. രണ്ടാമത്തതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത്, പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പൊതുവെ നമുക്ക് എല്ലാം ഈ തല്ലുപിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഡിസ്കസ് ചെയ്യാനായിരിക്കും ഏറ്റവും ഇഷ്ടം. ഒന്നല്ലെങ്കിൽ അവര് ജോലി കഴിഞ്ഞ് വന്ന് അവർ വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴായിരിക്കും അവർ ഡിസ്കസ് ചെയ്യാൻ വരിക. അങ്ങനെ മൊത്തം പ്രശ്നവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട്ണറിന് കുറച്ചൊന്ന് ഫ്രീ ഒരു കംഫർട്ടബിൾ ടൈമിൽ വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. അപ്പൊ നമ്മളെങ്ങനെ തല്ലുപിടിച്ചു കഴിഞ്ഞാൽ പറയാ, തനിക്ക് ഇപ്പൊ എന്നോടൊരു സ്നേഹവും ഇല്ല, പിന്നെന്ത് പറയും, താൻ എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ പണ്ടൊക്കെ താൻ ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ താൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇപ്പോ നീ അല്ലെങ്കിൽ യു എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് എന്നുള്ളതാക്കാം. ഓക്കെ, എനിക്ക് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഒരുമിച്ച് മാറ്റാൻ പറ്റുമോ. അപ്പൊ എപ്പോഴും ഈ നീ കേട്ട് അവർക്കും ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഐ ഫീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യം പറയാം. പിന്നെ അവരുടെ പെർസ്പെക്റ്റീവ് ചോദിക്കാം. നമ്മൾ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ അറിയണ്ടേ. അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അവരോടും ചോദിക്കാം. എന്തെങ്കിലും കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സ്നേഹം ഇപ്പോ ആദ്യത്തേത് മുതൽ ഇപ്പൊ വരെ നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഒരു ചേഞ്ച് വന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് ആ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഇപ്പൊ ഇമോഷണൽ ചെക്ക് ഇൻ ചെയ്യുക അല്ലെ. ഇന്റിമസിയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നമ്മൾ ഇമോഷണലി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ അതുപോലെ ഫിസിക്കൽ അട്രാക്ഷൻ, പിന്നെ എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞത്, ഫ്യൂച്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്ലാൻസ് വരും, ഇനി ഇത് മാറ്റണം എന്നുള്ളത്. ഓക്കെ, കപ്പിൾസിനായി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും.
അപ്പൊ അത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്യിക്കുക. അപ്പൊ ഇത് റീഅസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറവുകളെ കണ്ടുപിടിച്ച് അവിടെ നമുക്ക് നികത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോഴേക്കും ഫാമിലി ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹെൽപ്പ് എടുക്കുക. ഓക്കെ, ഇനി ഫിസിക്കൽ അട്രാക്ഷൻ ഇനി ഓരോന്നും ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഫിസിക്കൽ അട്രാക്ഷൻ മെയിൻ ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ് അല്ലെ, റിലേഷൻഷിപ്പില് ഒരു മാരേജിലൊക്കെ വലിയ ഫാക്ടർ തന്നെയാണ്. ഇപ്പോ സ്നേഹിക്കുന്ന സമയത്തോ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വുമൻ ആണെങ്കിലും മെൻ ആണെങ്കിലും ഭയങ്കര അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ ഭയങ്കര പ്രസന്റബിൾ ആയിട്ടായിരിക്കും എപ്പോഴും പാർട്ട്ണറിന്റെ അടുത്ത് ഉണ്ടാവുക. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറും. ആദ്യം നമ്മൾ ഭയങ്കര ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് പോയി, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് ഇടുന്നു, മേക്കപ്പ് ഇടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുമ്പോഴേക്കും പതുക്കെ എന്ത് നഷ്ടപ്പെടും? ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കുറഞ്ഞു വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ഓക്കെ, നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത്. അപ്പൊ നമ്മൾ ഈ എന്താ പറയാ, കുളിക്കാണ്ട് നനയ്ക്കാണ്ടൊക്കെ ഇരിക്കാൻ പാടില്ല. എപ്പോഴും കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും അവരുടെ അടുത്തേക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു മാരേജ് ലൈഫിൽ എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെ അതിന്റെ പോലെ തന്നെയാണ് സ്മെല്ല് അല്ലെ, സ്മെല്ലിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ? സ്മെല്ലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഫിസിക്കൽ അട്രാക്ഷനിൽ. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ, എന്താ നിന്റെ സ്വെറ്റിന്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന കപ്പിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അങ്ങ് മാറും. ഒരു കല്യാണം കഴിഞ്ഞൊരു 3 വീക്സ് 4 വീക്സ്, ചിലർക്ക് അത്രയൊന്നും ആവണ്ട, അത് കഴിയുമ്പോ തന്നെ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ അങ്ങ് മാറിയിട്ട് ഓയോ ഒന്ന് പോയി കുളിയടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഹസ്ബൻഡ്സ് ഒക്കെ ഇല്ലേ? ഉണ്ട്. അപ്പോ പതുക്കെ നമ്മളുടെ ആ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി വരും. അപ്പൊ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പാർട്ട്ണറിന് ഇഷ്ടമുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഐ മീൻ ഫിസിക്കലി അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക. കാരണം ആ ഒരു ഏരിയ നമ്മൾ ആ ഒരു കോമ്പോണന്റ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നല്ല പെർഫ്യൂംസ് അത്രയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളതിന്റെ കൂടെ, ഇപ്പൊ സ്റ്റഡീസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഗേൾസിന്റെ വുമന്റെ പ്രീ ഓവുലേഷണറി ഫേസ് ഉണ്ടല്ലോ, ഈ ഒരു ടൈമില് എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഫെർട്ടിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. കേട്ടിട്ടില്ലേ? ആ ഒരു സമയത്ത് നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ ചാൻസസ് ടു ഹാവ് എ ബേബി അത് കൂടുതലാണ്. അതുപോലെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ സ്റ്റഡീസിന്റെ ഒരു കണ്ടെത്തൽ വെച്ചിട്ട് ഈ ഒരു ടൈമില് വുമന്റെ ഹോർമോൺസിന്റെ ചേഞ്ചസ് കാരണം ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും വുമൻ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചിലപ്പോ നമുക്ക് സ്വന്തമായിട്ട് അതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് ബേസ്ഡ് ഓൺ സ്റ്റഡീസ് ആണ്, സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ആ സമയത്ത് തന്നെ സെയിം ആ ടൈമില് മെൻ എന്തായിരിക്കും ഫീൽ ചെയ്യുക? മെന്നും സ്പെഷ്യൽ അട്രാക്ഷൻ ആയിരിക്കും വുമനോട് ഉണ്ടാവുക. അവർക്ക് അറിയില്ല, അവർക്ക് ഇത് ഫെർട്ടിലിറ്റി ഡേയ്സ് ആണോന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ നമ്മളുടെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ട് വരുന്ന സ്മെല്ല് ആ ഒരു ടൈമിൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പൊ അത് ഈ ഒരു പാഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് എന്താ സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തതാണ്. ഇതും സ്മെല്ലിന്റെ ഭാഗം തന്നെ ആയതുകൊണ്ടിട്ട് ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ഇമോഷണൽ ചെക്ക് ഇൻ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഫുൾ അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ, നമ്മളുടെ പാർട്ട്ണറിന് ഫുൾ അറ്റൻഷൻ കൊടുക്കുക. അവർ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുക. അതുപോലെ നമ്മൾ അവരുടെ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു. ചിലരിങ്ങനെ ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. അവർക്ക് ചായ വേണോ അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വേണോ, നമ്മളത് അവർക്ക് കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുക, അതൊക്കെയല്ലേ പതിവ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? അവരോട് അവർ ദിവസത്തിനെ പറ്റി ചോദിക്കുക. ചിലപ്പോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ഫോണൊക്കെ ഒന്ന് മാറ്റി നമ്മളോട് സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യേണ്ടത്. ലൈക്ക് നിങ്ങൾ ഹാപ്പി ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? പറയാ. അത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾക്ക് അപ്പൊ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? ഓപ്പൺലി പറയാ, എനിക്കിപ്പോ ഒരു റിലീഫ് കിട്ടി, നിങ്ങളുടെ അടുത്ത് ഇരുന്നത് കൊണ്ടാണ് എനിക്കൊരു റിലീഫ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് അവരോട് പറയണം.
പിന്നെയുള്ളത് ഫ്യൂച്ചർ ചെക്ക് ഇൻ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് സേവിങ്സിനെ പറ്റിയിട്ടൊക്കെ രണ്ടാളും ചിന്തിക്കുന്നുണ്ടോ? ഡ്രീം പ്ലാൻസ് എന്താണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു പ്ലേസിലേക്ക് പോകാൻ തന്നെ ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയും നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. ചിലവർക്ക് അതുപോലും അറിയാൻ പറ്റാത്തവരുണ്ടാവും. ഇപ്പൊ വൈഫിന് എവിടെ പോകാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഹസ്ബൻഡിന് അറിയാൻ പറ്റണമെന്നില്ല. എല്ലാവരിലും അല്ല കേട്ടോ, ചിലരിൽ മാത്രം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരുമിച്ചിരുന്ന് നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 3 കോമ്പോണൻസും ആണ് ഒരു ലവിന്റെ മെയിൻ ഘടകം എന്നാണ് സ്റ്റേൺബർഗ് പറഞ്ഞത്. അപ്പൊ അതിനെ അസസ് ചെയ്ത് അതിന്റെ രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ലൈഫ് കിട്ടും എന്നാണ് സ്റ്റേൺബർഗ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മളുടെ ഒരു കുറച്ച് സൊല്യൂഷൻസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ആ സൊല്യൂഷൻസ് വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്തോ ആരാണോ നമുക്ക് ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് തെറാപ്പിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ അവരുടെ ഹെൽപ്പ് ചോദിക്കാം. ഇനി അപ്പൊ ഇതാണ് സ്റ്റേൺബർഗ് പറഞ്ഞ ഒരു ലവ് തിയറി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചൈൽഡ്ഹുഡിലുള്ള കുറച്ച് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളുടെ ഈ അഡൽട്ട്ഹുഡിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിതായിരുന്ന സമയത്ത് നമ്മൾ ആരാണ് നോക്കിയത്, ഇപ്പൊ അമ്മയാണോ അല്ലെങ്കിൽ വേറെ കെയർ ഗിവർ ആണോ, ആരും ആയിക്കോട്ടെ. കെയർ ഗിവർ വരുമ്പോ അമ്മയാവാം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും. നമ്മൾ ആ ഒരു കുട്ടിക്കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കിയ ആള്. ഓക്കെ, നമ്മൾ എപ്പോ കരഞ്ഞാലും ഓടി വരാ, നമ്മൾ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരാ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നമുക്ക് ആവശ്യം അപ്പോഴൊക്കെ അവർ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളും കെയർ ഗിവറും തമ്മിൽ വരുന്ന ഒരു അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ വലുതാവുമ്പോ ഇവരെല്ലാരെയും പെട്ടെന്ന് അങ്ങ് ട്രസ്റ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് കുഞ്ഞിതായിരുന്നപ്പോഴേക്കും ഇവരുടെ കെയർ ഗിവർ ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും കൊടുക്കും, എപ്പോ കരഞ്ഞാലും ഓടി വരും, റെസ്പോൺസീവ് ആണ്. ഓക്കെ, അപ്പൊ ഇവര് വലുതാവുമ്പോ എന്ത് പറ്റും, ഇവര് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും. ഇവർ ആര് ഇവരുടെ ലൈഫിലേക്ക് വന്നാലും പെട്ടെന്ന് തന്നെ ഇവർ ട്രസ്റ്റ് ചെയ്യും. പിന്നെ ഇവർക്ക് വരുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഓവർലി ഡിപ്പെൻഡന്റ് ആവുക. ഓവർലി ഇവരുടെ പാർട്ട്നേഴ്സിന് ഇവർ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ചെറുതായിരുന്നപ്പോ കെയർ ഗിവർ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യുന്ന കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പൊ ഇവര് പാർട്ട്ണറിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇപ്പൊ ഓപ്പോസിറ്റ് അറ്റാച്ച്മെന്റ്, ഇപ്പൊ ഇതൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റൈലാണ്. ഇതുപോലെ ഓപ്പോസിറ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളാണ് പാർട്ട്ണർ എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, വലിയ പ്രശ്നങ്ങളും വഴക്കും എല്ലാം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പെൺകുട്ടി ഒരു ആളെ കല്യാണം കഴിച്ചു. അപ്പൊ അയാളുടെ അടുത്ത് നിന്ന് ഭയങ്കര ടോർച്ചറിങ്ങും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിലൂടെ വന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അവർക്ക് ലൈഫ് എൻഡ് ചെയ്യണമെന്ന് വരെ തോന്നാനുള്ള ചാൻസസ് ഇതിൽ കൂടുതലാണ്. നെക്സ്റ്റ് ഉള്ളതാണ് ആൻഷ്യസ് പ്രീ ഓക്യുപ്പൈഡ് അറ്റാച്ച്മെന്റ്. ഓക്കെ, ആൻഷ്യസ് പ്രീ ഓക്യുപ്പൈഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കെയർ ഗിവർ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആവണമെന്നില്ല. ഇപ്പൊ കരയുന്ന സമയത്ത് അമ്മ ഓടി വരെയോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ കുറച്ചു നേരത്തേക്ക് അവർ വരാതെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പേടി വരാൻ തുടങ്ങി. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഒരു ആൻസൈറ്റി പോലെ അവർക്ക് തോന്നും. അതുപോലെ എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ കേട്ടാൽ ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. കാരണം അവര് കരഞ്ഞ സമയത്ത് അമ്മ വന്നില്ല, അമ്മ വരാത്ത സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒച്ച കേൾക്കുമ്പോഴേക്കും അവർ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ആണെങ്കിൽ അഡൾട്ടിലേക്ക് ആവുമ്പോഴേക്കും അവർക്ക് എന്ത് പറ്റും, അവര് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് സെൻസിറ്റിവിറ്റി ഭയങ്കര ഹൈ ആണ്. എപ്പോഴും ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ആയിരിക്കും. എന്തെങ്കിലും സംഭവിക്കോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ആയിരിക്കും. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ആരെയും അങ്ങനെ ട്രസ്റ്റ് ചെയ്യില്ല. കാരണം ഇവിടെ കുഞ്ഞിതായിരുന്ന സമയത്ത് കെയർ ഗിവറിന്റെ സ്നേഹം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, റെസ്പോൺസീവ് ആയിരുന്നില്ല എന്നാണെങ്കിൽ അവർ വലുതാവുമ്പോൾ എന്തായിരിക്കും, അവർക്കും ഇതേ സെയിം ഇതായിരിക്കും, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അവർക്കാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് റീഅഷുറൻസ് കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ പാർട്ട്ണറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്നെ ഇഷ്ടമാണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പാർട്ട്ണർ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവർക്ക് കേൾക്കണം, അവർക്ക് റീഅഷ്യൂർ ചെയ്യണം അവർക്ക് ഇപ്പോഴും ആ ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ജലസി ആവും, പിന്നെ ക്വസ്റ്റ്യനിങ് ചെയ്യും. കാരണം ഇവർക്ക് ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങൾ അവരിപ്പോഴും അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. പിന്നെ ഉള്ളതാണ് ഡിസ്മിസീവ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. ഡിസ്മിസീവ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടാവില്ല. കെയർ ഗിവറും ഈ കുട്ടിയായിട്ട് ഇമോഷണലി ഒരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും,
അവർക്ക് മനസ്സിലായി ഞാൻ കരഞ്ഞാലും അമ്മയ്ക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ആരാണ് അവർക്ക് പ്രശ്നമില്ല എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും പതുക്കെ അവരുടെ ഫീലിങ്സ് അവരിലേക്ക് തന്നെ ഇങ്ങനെ സപ്രസ് ചെയ്യാൻ തുടങ്ങും. അവർ പുറത്തേക്ക് പറയില്ല. കുഞ്ഞുങ്ങളാണെങ്കിലും അവര് കുറച്ച് ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഫീലിങ്സ് ഇങ്ങനെ സപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അഡൾട്ട് ആവുന്ന സമയത്ത് ഇവർക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി, ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവർക്ക് നിൽക്കണം. അതുപോലെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരിക്കലും എന്ത് എൻജോയ് ചെയ്ത് അവർ ജീവിക്കണ, ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടാണല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും, അവരുടെ ഫീലിങ്സ് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ ഒരാളും ഡിപ്പെൻഡ് ചെയ്യില്ല, അവർ സെൽഫ് ആയിട്ട് തന്നെ ആയിരിക്കും, അവരാരും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പിന്നെ ഡിസ്കസിങ്, ഇമോഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവര് അവോയ്ഡ് ചെയ്യും. അപ്പൊ അതാണ് ഡിസ്മിസീവ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിലെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അബ്യൂസോ അങ്ങനെ അല്ലെങ്കിൽ പേടിപ്പിക്കലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ കുട്ടികൾക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവര് വലുതായ ഒരു മാരേജ് ലൈഫിലേക്ക്, ഒരു അഡൾട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴേക്കും അവർക്ക് എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അവർക്ക് തോന്നും അവർക്ക് അവരുടെ പാർട്ട്ണറാണ് എല്ലാം, എനിക്ക് പാർട്ട്ണറിനെ ഭയങ്കര ഇഷ്ടമാണ്, അവരെനിക്ക് വേണം എന്നൊക്കെ തോന്നും. ആ പറഞ്ഞു കഴിഞ്ഞ ഒരു അടുത്ത സെക്കൻഡിൽ തന്നെ എന്ത് പറ്റും, വേണ്ട എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ നോർമലായി പറയുന്ന കാര്യമാണ്, ചിലപ്പോ ഒരു സെക്കൻഡ് ഇഷ്ടമാന്ന് പറയാം, നെക്സ്റ്റ് സെക്കൻഡിൽ നമുക്ക് പിരിയാന്നൊക്കെ പറയാം. പക്ഷെ ഇത് ആ കേസല്ല, കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ആയി കഴിഞ്ഞിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവര് അങ്ങനത്തെ രീതിയിലാണ് കുട്ടിക്കാലത്തെ വളർന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇതിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഏതൊരു അറ്റാച്ച്മെന്റ് സ്റ്റൈലായിരുന്നു, നമ്മളുടെ പാരന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരാണോ നോക്കിയത് നമ്മൾ അവരായിട്ട് ഉണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അന്വേഷിക്കുക, സെൽഫ് അനാലിസിസ് ചെയ്യുക. മറ്റേ ട്രയാങ്കുലർ ലവ് തിയറിയിലും അത് തന്നെയാണ് പറഞ്ഞത് അല്ലെ, അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. ഇതിലും അനാലിസിസ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇത് ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇതിനെ അഫക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ബിഹേവിയർ ആണ് അതെപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഒരു അഡൾട്ട് റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്യുന്ന പ്രശ്നമാണ് ചൈൽഡ്ഹുഡ് ട്രോമ. നേരത്തെ പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അഫക്ട് ചെയ്യും. ഇതുപോലെ ഈ സെക്ഷൽ ഇമോഷണൽ അബ്യൂസ് ഒക്കെ നേരിട്ട കുട്ടികളാണെങ്കിൽ അതും ഈ മാരേജ് ലൈഫിൽ അത് നല്ല രീതിയിൽ വളരെ എന്താ പറയാ ബാഡ് ഇമ്പാക്റ്റ് ആയിരിക്കും കൊണ്ടുവരിക. ഇപ്പൊ ഒരു കേസ് വന്നത്, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒട്ടും തയ്യാറല്ല, ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഹസ്ബൻഡിന് എന്താ പറയാ ലവിങ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഫിസിക്കലി ആൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ നമ്മള് കൗൺസിലിംഗ് കേസ് എടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് അറിഞ്ഞത് ഈ കുട്ടി ചെറുതായിരുന്ന സമയത്ത് ഇതുപോലെ ഒരാള് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അബ്യൂസ് ചെയ്തതിന്റെ ആണ് കുട്ടിക്ക് ഇപ്പോഴും അത് ഉണ്ടായത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ അതെന്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുക, പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഹീൽ ചെയ്യാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക. ഓക്കെ, ഞാൻ കുറച്ച് വേഗത്തിൽ പറയാം. ഇനി നെക്സ്റ്റ് ഫാക്ടർ ആണ് നമ്മളുടെ പാസ്റ്റ് റിലേഷൻഷിപ്സ്. ചില ആളുകൾക്കെങ്കിലും ഈ ഒരു ഫീലിംഗ് ഉണ്ടാവാന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ഉണ്ടായ ഒരു ലവ് അഫെയർ അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഇതും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൽ അഫക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മള് ആദ്യം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായവര് നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാണോ? That is LC. LC, yeah? Sure. അപ്പോ നമ്മൾ ആദ്യം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് നമുക്ക് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ആണ് അവരിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഭയങ്കര ഹേർട്ടിങ് ആയിരുന്നു, നമുക്ക് സമാധാനമില്ല, ഭയങ്കര സങ്കടമൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ റിലേഷൻഷിപ്പിലാവുമ്പോ എന്ത് പറ്റും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ചില സമയത്ത് നമ്മൾ
നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഈ കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ആ ഒരു ഹേർട്ട് നമ്മൾ അതിനെ ക്യാരി ഓവർ ചെയ്ത് എവിടെ കൊണ്ടുവരും, ഈ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരും. അപ്പൊ ചിലപ്പോൾ കാരണമില്ലാതെ നമുക്ക് സങ്കടം വരും. ഇപ്പൊ ഉള്ള ഒരു പാർട്ട്ണറിന്റെ അടുത്ത് അത് റിസീവ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു പഴയ പാർട്ട്ണറിൽ നിന്ന് കിട്ടിയ ട്രോമാസ് ഹീൽ ആവാത്തത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും, ഇതിലേക്ക് ക്യാരി ഓവർ ചെയ്തിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് സെൽഫ് എസ്റ്റീം. നേരത്തെ ഉണ്ടായ റിലേഷൻഷിപ്പിൽ ആൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നെ കൊണ്ട് കൊള്ളില്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ആയിട്ടാണ് നമ്മളൊരു പുതിയ ലൈഫിലേക്ക് പോകുമ്പോൾ പൊതുവെ നമ്മുടെ ഉള്ളിൽ തന്നെ എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു ഫീല് ഉണ്ടാവും. അപ്പൊ അതും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, നമ്മുടെ അഡൽട്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസുകളിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇവർ പിരിഞ്ഞു പോയിട്ടുണ്ടാവുക. ഫാമിലീസിന്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അവർക്ക് ആ റിലേഷൻഷിപ്പ് സക്സസ് ആവാതെ പോയത്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാരീഡ് ലൈഫിലാണെങ്കിൽ പോലും ആ പഴയ പാർട്ട്ണറിന്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഹാപ്പി മൊമെന്റ്സ് എന്തൊക്കെയായിരുന്നു അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആ തോട്ട്സ് നമ്മളെ എഫക്ട് ചെയ്താൽ നമ്മളുടെ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ മാത്രം സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അത്രയും ആ ഒരു റിലേഷൻഷിപ്പിനെ ഹോൾലി അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ സ്വയമേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആവണം എന്നില്ല, അത് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നമ്മളിങ്ങനെ പഴയ ലവിന്റെ തോട്ട്സ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിൽ ചിലപ്പോ ആ ഒരു പേഴ്സന്റെ ക്വാളിറ്റീസ് കൊണ്ടായിരിക്കില്ല, ആ ഒരു റിലേഷൻഷിപ്പിന്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ എവിടെയെങ്കിലും ഒക്കെ പോവായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ റിലേഷൻഷിപ്പിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാറില്ല. അപ്പൊ പൊതുവെ നമ്മൾ ആ പഴയ കാര്യം ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഈ പുതിയ റിലേഷനിൽ ഈ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അത് ആലോചിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ആ പേഴ്സണെ അല്ല ആലോചിച്ചത്, ആക്ച്വലി ആ ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആണ് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടത്. അപ്പൊ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റണം, ആ പേഴ്സണെ ആണോ അല്ലെങ്കിൽ ചെയ്ത ബിഹേവിയർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേസസ് ആണോ, എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ മിസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പാർട്ട്ണറായിട്ട് സംസാരിക്കുക. എല്ലാം 100% ആയിട്ട് തുറന്ന് പറയണം എന്നുള്ളതല്ല, പക്ഷെ പാർട്ട്ണറോട് എപ്പോഴും നമ്മൾ ലോയൽ ആയിട്ട് ഉണ്ടാവണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്ണറായിട്ട് സംസാരിക്കുക, നമ്മൾ തന്നെ ഇത് മാറ്റിയെടുക്കാനുള്ള എഫേർട്ട് ഇടുക. ഓക്കെ, നമ്മൾ തന്നെ എഫേർട്ട് ഇടുക. കാരണം നമ്മളൊരു പാർട്ട്ണറോട് പാർട്ട്ണറിന് എത്രത്തോളം വിഷമമായിരിക്കും അത് ഉണ്ടാക്കുക, അല്ലെ? അപ്പൊ നമ്മൾ തന്നെ മാക്സിമം നമ്മുടെ ടൈമും എഫേർട്ട് ഇട്ട് ഇത് മാറ്റാനായിട്ട് നോക്കുക. പിന്നെ ഉള്ളത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ എക്സ് ആളുടെ ഓർമ്മകൾ വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് എന്ത് ചെയ്യുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അധികം ആ ചിന്തയിലേക്ക് പോവില്ല. കീപ് യുവർ സെൽഫ് ബിസി. പിന്നെ നമ്മളുടെ ഇമോഷൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തൊക്കെ, ഏതെങ്കിലും ഒരു ഇമോഷൻ മാറാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക. പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും പിന്നെ അതുപോലെ നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഈ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നമുക്കത് മാറ്റാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റ് ഹെൽപ്പ് എടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും എന്താ പറയാ മനസ്സിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന തോട്ട്സ് ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കൊരു റിക്കവറി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ആരോടെങ്കിലും അത് തുറന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് റിലീഫ് കിട്ടും. ഓക്കെ, അപ്പോ പിന്നെ നമുക്ക് പൊതുവെ വേറൊരു കാര്യം ഒരു എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യും. പഴയ ആളും പുതിയ ആളും തമ്മിലൊരു കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണറോടും ഇങ്ങനെ പറയാം മറ്റേ ആൾ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ആയിരുന്നു, അവൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഡ്രസ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഒരു സ്മെല്ലായിരുന്നു ആ സ്മെൽ എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോഴേക്കും അതും എന്തിലേക്ക് നയിക്കും, നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യും. മേ ബി അവര് പുറമെ കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ അതും ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. പിന്നെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസോർഡേഴ്സ് അങ്ങനത്തെ സ്റ്റേറ്റ്സിലൊക്കെ ഉള്ളവരാണെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരല്ലേ, ഡിപ്രഷൻ, ആൻസൈറ്റി, BPD. നമ്മൾ NPDയുടെ ഒരു വെബിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. അതിൽ നമ്മൾ പറഞ്ഞു, കാരണം പാർട്ട്ണർ NPD ആണെങ്കിൽ നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും എന്ത് പറ്റില്ല, ഒരു റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ട് പോവില്ല. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് പറ്റും, ഇതേപോലെ പ്രോബ്ലംസ് ആയിരിക്കും നിറയെ ഉണ്ടാവുക. അപ്പൊ പ്രോപ്പർ സപ്പോർട്ടും തെറാപ്പിയും നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക.
ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്യാൻ പറ്റാന്നുള്ളത് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് വീണ്ടും ഒരു റിമൈൻഡ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്താണ്, അല്ലെങ്കിൽ ഏത് കോമ്പോണന്റ് ആണ് കൂടുതൽ, ഏതാണ് കുറവ്, എന്താണ് ആ ഇഷ്യൂ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്പൺലി കമ്മ്യൂണിക്കേഷൻ വരിക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും മെയിൻ എന്ന് നമുക്കറിയാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ റിമൈൻഡ് ചെയ്യില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്രീസിയേഷൻ ചെയ്യുക. പലപ്പോഴും നമ്മൾ അപ്രീസിയേഷൻ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അതൊക്കെ ഒന്ന് അപ്രീസിയേഷൻ ഒക്കെ ചെയ്യുക. ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു മിക്കവർക്കും തന്നെ ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റിയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് എന്താണോ അത് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെ, രണ്ടുപേരും മാത്രമുള്ള സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് ക്ഷമയൊക്കെ, കുറച്ച് പേഷ്യൻസ് ഒക്കെ ആവാം. ഫൊഗീവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പലരും ആ വ്യക്തിനെ വെറുക്കുക. ആ പ്രവൃത്തിനെ വെറുത്തിട്ട് ആ വ്യക്തിക്ക് ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാരണങ്ങളാണെങ്കിൽ. പിന്നെ അഫെക്ഷൻ എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരുന്ന നമ്മളുടെ പാർട്ട്ണർ അത് അറിയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതൊരു വിഷമമായിരിക്കും. അപ്പൊ നമ്മളുടെ ഉള്ളിലെ സ്നേഹം മാക്സിമം നമ്മളത് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളായിരിക്കുന്ന ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ ഒരു മൊമെന്റ് തന്നെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. കുറച്ചും കൂടി ആയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ വലുതായി ഒരു ഇതെത്തുമ്പോ, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് പ്രണയിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന കുറച്ച് കപ്പിൾസ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത്, ഇപ്പൊ ആയിരിക്കുന്ന സമയം മാക്സിമം എൻജോയ്. ഇപ്പൊ നിങ്ങളായിരിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഇമോഷണൽ കണക്ഷന് പ്രാധാന്യം കൊടുക്കുക. നമ്മളിപ്പോ പെർഫെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടാൾക്കും കിട്ടാനുള്ള ചാൻസ് കുറവാ, അല്ലെ. നമ്മൾ ഹസ്ബൻഡിൽ പെർഫെക്ഷൻ കണ്ടെത്താൻ നോക്കും, അവർ തിരിച്ച് കണ്ടെത്താൻ നോക്കും. അത് ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇമോഷണൽ കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ലവ് എപ്പോഴും ആക്ഷൻസിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. കുറെ ഡിസ്ട്രാക്ഷൻസും എന്തുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ പാർട്ട്ണറിന് വേണ്ടി മാറ്റി വയ്ക്കുക. എല്ലാ ദിവസവും ഈച്ച് ആൻഡ് എവറി ഡേ ആ ഒരു അഫെക്ഷൻ ഷോ ചെയ്യുക. ഇന്ന് കാണിച്ചില്ല നാളെ കാണിക്കാന്ന് പറഞ്ഞിരിക്കരുത്. എപ്പോഴും ആ ഒരു അഫെക്ഷൻ ഷോ ചെയ്യണം. പിന്നെ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പാർട്ട്ണറായിട്ട് തല്ലുപിടിക്കുമ്പോഴൊക്കെ പറയാ, നിങ്ങൾ എനിക്ക് അത് തന്നില്ല, നിങ്ങൾ എനിക്ക് ഇത് തന്നില്ല എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അതൊന്ന് മാറ്റി നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുക, നമുക്ക് എന്താണ് നമ്മളുടെ പാർട്ട്ണറിന് ചെയ്തു കൊടുക്കാൻ പറ്റുക. ഓക്കെ, അതിലേക്ക് നമ്മളുടെ ഫോക്കസ് മൊത്തം അതിലേക്ക് കൊണ്ടുവരിക. പിന്നെ പറഞ്ഞ പോലെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് അനുസരിച്ച് വേണം നമ്മൾ നമ്മളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ. എന്നാലേ അവർക്ക് അത് ലവ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അവരുടെ ലവ് ലാംഗ്വേജ് അനുസരിച്ച് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, ഏതൊരു മൊമെന്റും ആ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ്. പൊതുവേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത്. അപ്പൊ ചിലർക്ക് ഇഷ്യൂസ് ഉണ്ടാവാം ഫാമിലി ലൈഫിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് എടുക്കുക, ഹെൽപ്പ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ നോർമലായിട്ടാണ് പറഞ്ഞത്. എല്ലാ ടിപ്സും തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കൂടുതലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വർക്കായ കാര്യം ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് നടക്കണം എന്നില്ല. അപ്പൊ അത് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ നോർമൽ ആയിട്ട് പൊതുവെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിരുന്നു ഇത്രയും പറഞ്ഞിട്ട്? യെസ് മാം, ക്ലിയർ ആയിരുന്നു. പറഞ്ഞത് ക്ലിയർ ആണ്. പിന്നെ ഈ പ്രസന്റേഷനിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു കാര്യം, ഭയങ്കര ഒരു യു മെയ്ഡ് എ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മൾ പല ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹൗ ടു കീപ് യുവർ ലൈഫ് വൈബ്രന്റ്, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഈ ഒരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള നമ്മൾ കേൾക്കാറുണ്ട്. ബട്ട് ദ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ വിച്ച് യു പ്രസന്റഡ് ദ ടോപ്പിക് വാസ് ജസ്റ്റ് ഓസം. അത് ഭയങ്കര നല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുമ്പോഴത്തേക്കും യു ആർ വെരി മച്ച് സീരിയസ്ലി ഇൻ ടു ഇറ്റ്. അത് വെറുതെ ഇങ്ങനെ ഒരു ഓൺ എയർ പറഞ്ഞു പോണ പോലത്തെ കാര്യങ്ങളല്ല. എനിവേ, താങ്ക് യു ഫോർ ദ എക്സലന്റ് പ്രസന്റേഷൻ. താങ്ക് യു. ഒരുപാട് നന്നായിരുന്നു കേട്ടോ പോയിന്റ്സുകളൊക്കെ.
താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ് വർഷ മാം. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. വർഷ മാമിന്റെ ക്ലാസ്, വർഷ മാം ഇങ്ങനെ നോളജ് ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ എത്രയോ അറിവുകൾ സമ്പാദിച്ച് വന്നിട്ട് എല്ലാം മാമിന് തരാൻ പറ്റുന്ന ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം അറിവുകള് മാമിന് അറിയാവുന്നതിന് കൂടുതൽ, മാമിന് അറിയാവുന്നതിൽ മാക്സിമം എനിക്ക് തോന്നുന്നു മാം കളക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്ര മാം എനിക്ക് ഇത്രയും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇത്ര മാത്രം കാര്യങ്ങള് കൊണ്ടുവരുന്ന ഒരു എനിക്ക് തോന്നുന്നു വർഷ മാം തന്നെയാണ്. ഞാനും ക്ലാസ് എടുക്കാറുള്ളതാണ്, പക്ഷെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനാണ് ശ്രമിക്കാറ്. പക്ഷെ വർഷ മാം അങ്ങനെയല്ല, എത്രമാത്രം കാര്യങ്ങൾ മാം പറയുന്നുണ്ടെന്ന് ശരിക്കും അത് കേൾക്കുന്നവർക്ക് ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയും പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു നല്ല കാര്യം തന്നെയാണ്. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ 3 കാര്യങ്ങളുള്ളവരാണ് അവരെങ്കിൽ. ഹലോ മാം, നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും എന്നും നമ്മള് മോട്ടിവേഷൻ ക്ലാസ്സും അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് എങ്ങനെ നന്നാക്കാം എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷെ ഇന്നത്തെ ക്ലാസ് വളരെ വളരെ പ്രയോജനം ചെയ്തു. കാരണം ഇതുപോലെ സൈക്കിളായിട്ട് ലവിന്റെ കമ്പോണൻസും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നമ്മൾ പാർട്ട്ണറെ കാണേണ്ടതെന്നും എങ്ങനെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാം നല്ല വിശദമായിട്ട് വളരെ കിട്ടിയ സമയം കൊണ്ട് ഈ പറഞ്ഞതുപോലെ കൂടുതൽ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ വർഷ മാം. യെസ്. മാമിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണത്. ആരും വീഡിയോ ഓൺ ആക്കാത്തോണ്ടാ ഞാൻ വന്ന് വീഡിയോ ഓൺ ആക്കി. മാമിന് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു. മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഒരു പാട്ടാണ്. SAJML ഒരു പാട്ടുണ്ടല്ലോ, ഓർമ്മ ഉണ്ടാവും. അന്ന് എനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. എനിക്ക് എന്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി എന്നൊരു പാട്ടുണ്ട്. അത് ഇത് മൊത്തം ഉണ്ട്. മാം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട്. അപ്പൊ എനിക്ക് ആ പാട്ട് നന്നായിട്ട് ഓർമ്മ വന്നു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, നമുക്ക് ക്ലിയർ ആയിരുന്നു, ക്ലാരിറ്റി ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഹായ് വർഷ മാം. ഹായ്. ഞാൻ റസിയാണ്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഫൈസൽ സാറോട് പറഞ്ഞിരുന്നു. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ അതിന്റെ ഇടയിൽ എന്റെ ഫോണൊന്ന് റേഞ്ച് പോയി 2 പ്രാവശ്യം ഓണാക്കി ഇതായപ്പം. ഏതായാലും ഞാൻ കേട്ടത് വരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാ രംഗങ്ങളിലും ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ക്ലാസ്സുമാണ്. നമുക്കും നമ്മളുടെയിലൊക്കെ മാറ്റം വരുത്താനും പറ്റിയൊരു ക്ലാസ്സാണ്. എന്തായാലും നല്ല ക്ലാസ്സാണ്. നമ്മളെ ഷെഫീഖ് സാറ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഷെഫീഖ് സാറിന്റെ ക്ലാസ്സും ഞാൻ അന്ന് ഒരു ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അതിൽ ഭയങ്കര അധികം സങ്കടമുണ്ട് ഷെഫീഖ് സാറിന്റെ. പക്ഷെ അന്നൊക്കെ ഞാൻ ചെറിയൊരു തിരക്കിലായി പോയി. പിന്നെ ഇനി മാം ക്ലാസ് വെക്കുകയാണെങ്കിൽ 8 മണിക്ക് ശേഷം വെക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാരണം 7 മണി മുതൽ 8 മണി വരെ ഞാൻ ട്യൂഷനിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരോടും, മാമിനോട് മാത്രമല്ല എല്ലാവരും ക്ലാസ് വെക്കുകയാണെങ്കിൽ ഫൈസൽ സാറോട് പ്രത്യേകം പറയാണ്, 8 മണി മുതൽ ഒരു 9 മണി വരെ വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എനിക്ക് പറ്റുന്ന രൂപത്തിൽ ചെയ്യും. പിന്നെ റെക്കോർഡ് ക്ലാസ്സും കൂടി തരികയാണെങ്കിൽ ഉപകാരമാണ്. നല്ല ക്ലാസ്സാണ്. ഇല്ല, നമുക്ക് എല്ലാത്തിനും കുട്ടികളോടായാലും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നേരത്തെ മറ്റേ മാം പറഞ്ഞ പോലെ എല്ലാ രംഗങ്ങളിലും എത്തിയിട്ടുണ്ട്. ലാസ്റ്റിക്ക് ഞാൻ കേട്ടിട്ടില്ലെങ്കിലും കേട്ടത് വരെ എല്ലാ ഇതിലും എത്തിയിട്ടുണ്ട്. പലതും നമുക്ക് അറിയാത്തതും ഉണ്ട്, എല്ലാം നമുക്കറിയില്ലല്ലോ. നമുക്കറിയാത്തത് പലതും ഉണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിലും അത് പ്രായോഗികമാക്കാൻ കഴിയട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇതിന്റെ റെക്കോർഡ് കിട്ടോട്ടെ. മെസ്സേജ് ആരോ ഇട്ടിട്ടുണ്ടായി. ഇതിന്റെ റെക്കോർഡ് വേർഷൻ ഉണ്ടാവേ ഫൈസൽ സാർ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും.
ഹലോ മാം, ഇതിനെപ്പറ്റി വായിക്കാൻ പറ്റിയ ഒരു ബുക്കിന്റെ പേര് പറയാവോ മാം? ഞാനത് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫൈസൽ സർ. വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ആ ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. നമ്മളൊരു 1 hour സെഷൻ നമ്മൾ 7:15 തുടങ്ങിയത്, ഇപ്പോൾ 8:15 ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. ഒരുപാട് പേര് ജോയിൻ ചെയ്തു. നല്ല അവതരണമായിരുന്നു. വിശേഷിച്ചും സ്നേഹത്തെ കുറിച്ച്, ബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇവിടെ വർഷ മാം അവതരിപ്പിച്ചു. നല്ലൊരു കോണ്ടന്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. മാമിന്റെ ആ ഒരു പ്രിപ്പറേഷൻ, അവതരണം, അതിനെല്ലാത്തിനും എല്ലാവർക്കും വേണ്ടി ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. മാമിന്റെ തുടർന്നും ക്ലാസ്സുകൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയും മാമിന്റെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ ജോയിൻ ചെയ്യുക. സോ മാമിന് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഒരു താങ്ക് യു അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ അറിയിച്ച പോലെ തന്നെ മാമിന്റെ നാളെയും മറ്റന്നാളും നടക്കുന്ന ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റിയുടെ സ്ക്രീനിങ് ആൻഡ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു 2 days വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അറിയിക്കുക. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി മാമിനും പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. താങ്ക് യു എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു.